Hi everyone, once again welcome back to Mahi's World. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ജീര റൈസ് ആണ്. ഇത് വളരെ ഈസി ആയിട്ടും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. സോ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായി ഞാൻ 2 കപ്സ് ബസ്മതി റൈസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടത് 1 ടീസ്പൂൺ ജീരകവും 2 ടേബിൾ സ്പൂൺ ഗീയും പട്ട 2 ഇഞ്ച് വീതവും 2 ഉണക്കമുളകും 3 ഏലക്കയും ബേ ലീഫും കുറച്ച് ഫ്രഷ് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പുമാണ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ നന്നായി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. സ്പൈസസ് എല്ലാം ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനു ശേഷം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റിന് ശേഷം നന്നായി തിളച്ചു വന്നാൽ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ്സ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഫൈവ് മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ.
ഇപ്പോൾ നമ്മുടെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ജീര റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ റൈസിനും നല്ലൊരു ഫ്രഷ് ഫ്ലേവറാണ് കിട്ടുന്നത്. നിങ്ങളെല്ലാവർക്കും ജീര റൈസിൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മാഹീസ് വേൾഡ്. താങ്ക് യു.